നമസ്കാരം. അടുത്ത മാസം മുതൽ കേരളത്തിന്റെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാർ മാതൃകയായി. വളരെ സന്തോഷമുണ്ട്. സ്ത്രീകൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ. സ്ത്രീകൾക്കെതിരെ പറയാൻ വേണ്ടി വന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകൾ അമ്മയാണ്, മാതാവാണ്, കുട്ടികളെ വളർത്തി വലുതാക്കുന്നവരാണ്. അവർ പോരാളികളാണ്. അവരെ അംഗീകരിക്കണം. അവർ എല്ലാമാണ് ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ, നമ്മളുടെയൊക്കെ എല്ലാമാണ് സ്ത്രീകൾ. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. നല്ലൊരു കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട സർക്കാർ മാതൃകയായിട്ടാണ് ചെയ്തത്. സന്തോഷം. പക്ഷേ 110 കോടി രൂപ എന്തോ മാസം അതിന് സെപ്പറേറ്റ് ആയിട്ട് വകയിരുത്തണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരം. സ്ത്രീകൾക്ക് നിങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുത്തോളൂ, സന്തോഷം തന്നെ. പക്ഷേ ഞങ്ങൾ പുരുഷന്മാരും കൂടി ഉണ്ടല്ലോ അതിന്റെ പിന്നിൽ. സ്ത്രീകൾ എത്രത്തോളം ഉന്നതയിൽ എത്താൻ കാരണക്കാരായി പ്രവർത്തിക്കുന്നവർ പുരുഷന്മാരും കൂടിയാണ്. സ്ത്രീകൾ എത്രത്തോളം ഉന്നതയിൽ എത്തിയിട്ടുണ്ടോ അതിന്റെ പുറകുവശത്തും പുരുഷന്മാരുടെ കരങ്ങളുണ്ട്, കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും പറയും തീർച്ചയായിട്ടും സ്ത്രീകൾ പോരാളികളാണ്, അവർ മാതാവാണ്, അവർ ഗർഭം ധരിക്കുന്നവരാണ്, അവർ മുലയൂട്ടുന്നവരാണ്, കുട്ടികളെ വളർത്തി വലുതാക്കുന്നവരാണ്. പക്ഷെ അതിനൊക്കെ കാരണക്കാർ പുരുഷന്മാരാണ്. അപ്പോ ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്കൊക്കെ നിങ്ങൾ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ പാവങ്ങളായ പുരുഷന്മാരെ അങ്ങനെ അകറ്റി നിർത്തരുത്. പുരുഷന്മാരെയും നെഞ്ചോട് ചേർത്ത് കൊണ്ടുവേണം മുന്നോട്ട് പോവാൻ. 100 രൂപ ബസ് ഫെയർ ഉള്ളവിടെ ഒരു 50 രൂപയാക്കി വെട്ടിക്കുറയ്ക്കൂ. പുരുഷന്മാർക്ക് വേണ്ടി വെട്ടിച്ചുരുക്കൂ. 110 കോടി രൂപ മാസം വകയിരുത്തുന്നവിടെ 150 കോടി ആക്കിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്കും ആനുകൂല്യങ്ങൾ വേണ്ടേ? പുരുഷന്മാർക്ക് വേണ്ടി പ്രതികരിക്കാനോ പുരുഷന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനോ ആരും വരുന്നില്ല. ഒരു പുരുഷ കമ്മീഷൻ നിലവിൽ വേണം എന്ന് ഞങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് പറയാറുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരു പുരുഷ കമ്മീഷൻ ഇല്ല. വനിതാ കമ്മീഷനുള്ളൂ. സ്ത്രീകൾക്ക് മാത്രമുള്ള കമ്മീഷനാണ്. പുരുഷന്മാരുടെ വിഷയങ്ങൾ പുരുഷന്മാർ എവിടെയാ പോയി പറയുക? ഏത് അധികാരികളോടാണ് പോയി പറയുക? സ്ത്രീകൾ പറഞ്ഞാൽ ഉടനെ FIR ആണ്, ഫയൽ ചെയ്തു. അത് സത്യമാണോ നുണയാണോ അതൊക്കെ പിന്നെ പറഞ്ഞാൽ പരാതി കൊടുത്താൽ അപ്പോഴേക്കപ്പോൾ FIR ആണ്. പുരുഷന്മാർക്ക് വേണ്ടിയും ആരുമില്ല. അപ്പൊ ഒരു പുരുഷ കമ്മീഷനും നിലവിൽ വേണം. പുരുഷന്മാർക്കും ആനുകൂല്യങ്ങൾ അനുവദിക്കണം. പുരുഷന്മാരും നാടിന്റെ നട്ടെല്ലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പുരുഷനാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പുരുഷനാണ്. കേരളത്തിലെ നിയമനിർമ്മാണ സഭകളിലെ മഹാഭൂരിപക്ഷം വരുന്ന മെമ്പർമാരും പുരുഷന്മാരാണ്. സ്ത്രീകളെ അപമാനിക്കലല്ല, തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകൾക്ക് നിങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുത്തോളൂ. അവർ അമ്മയാണ്, അവർ പോരാളികളാണ്, അവർ എല്ലാമാണ്, അവർ ഗർഭം ധരിക്കുന്നവരാണ്. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ പുരുഷന്മാരുടെ നല്ല പോലെയുള്ള കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെയൊക്കെ ആയത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പുരുഷന്മാർക്കും കേരളത്തിലെ KSRTCയിൽ ആനുകൂല്യം വേണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കിയൊക്കെ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ തീരുമാനം പോലെ ഉണ്ടാവട്ടെ. ഓക്കെ, ആശംസകൾ.